SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SK ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പുറത്തിറക്കിയ 18 നിർദ്ദേശങ്ങളാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. സർക്കുലർ നമ്പർ DGE 9388/2025 NM A1 തീയതി 21/5/2025. ഒന്നാം നിർദ്ദേശത്തിൽ പറയുന്നു, സ്കൂൾ തുറക്കുന്ന ദിവസമായ ജൂൺ 2 മുതൽ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന നടപടികൾ ആരംഭിക്കേണ്ടതാണ്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ സ്കൂൾ അധികൃതർ മുൻകൂട്ടി തന്നെ തയ്യാറാക്കേണ്ടതാണ്. രണ്ടാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നു, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളിനെ അണുവിമുക്തമാക്കുകയും അതോടൊപ്പം തന്നെ സംഭരണികളും കിണറുകളും വൃത്തിയാക്കുകയും ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, കുടിവെള്ളം തിളപ്പിച്ചാറ്റിയതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് വിതരണം ചെയ്യാവൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 8ാം ക്ലാസ് വരെയുള്ള ആകെ കുട്ടികൾ, പദ്ധതിയിൽ ചേരുന്ന കുട്ടികളുടെ ക്ലാസ് തിരിച്ചുള്ള എണ്ണം എന്നിവ സോഫ്റ്റ്വെയറായ ന്യൂൺമീൽ സോഫ്റ്റ്വെയറിൽ വളരെ കൃത്യതയോടെ എൻട്രി ചെയ്ത് രേഖപ്പെടുത്തേണ്ടതാണ്. 4ാം നിർദ്ദേശത്തിൽ പറയുന്നു, ഓരോ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് അതാത് ദിവസം ഉച്ചയ്ക്ക് 12 മുമ്പ് തന്നെ ന്യൂൺമീൽ സോഫ്റ്റ്വെയറിൽ സ്കൂൾ അധികൃതർ എൻട്രി നടത്തേണ്ടതാണ്. ഇങ്ങനെ എൻട്രി നടത്തുന്ന ഡാറ്റ അപ്ഡേഷൻ ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ മോണിറ്റർ ചെയ്യുകയും തനത് ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി എല്ലാ സ്കൂളുകളും അറ്റൻഡൻസ് ഡാറ്റ എൻട്രി നടത്തിയെന്നുള്ളത് ജില്ലാ അധികൃതർ ഉറപ്പുവരുത്തുന്നതും ആണ്. ന്യൂൺമീൽ സോഫ്റ്റ്വെയറിൽ സ്കൂൾ യുഡൈസ് കോഡ് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ 30/5/2025 മുമ്പ് കറക്റ്റ് ചെയ്തിരിക്കണം. സ്കൂളിലെ നീക്കിയിരിപ്പ് അരി ഭക്ഷ്യയോഗ്യമാണോ എന്ന് പ്രഥമാധ്യാപകരും സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയും ഉറപ്പുവരുത്തേണ്ടതാണ്. ഭക്ഷ്യയോഗ്യമെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ജൂൺ മാസം സ്കൂളുകൾക്ക് 30 ദിവസത്തേക്കുള്ള അരി പാസാക്കി നൽകും. സ്കൂളുകളിൽ നീക്കിയിരിപ്പുള്ള അരി ഭക്ഷ്യയോഗ്യമെങ്കിൽ അരിയുടെ അളവ് കുറവ് ചെയ്ത് സ്കൂളുകൾക്ക് ജൂൺ മാസത്തെ അരി പാസാക്കി നൽകുകയുള്ളൂ. ഇതിനായി നീക്കിയിരിപ്പുള്ള അരിയുടെ അളവ് കൃത്യമായി പദ്ധതിയുടെ സ്റ്റേറ്റ് സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്താൻ പ്രഥമാധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉപജില്ലകൾ മാവേലി സ്റ്റോറുകൾ ഡിപ്പോകളിൽ പാസാക്കി നൽകുന്ന അരി 30/5/2025 കൈപ്പറ്റുവാൻ എല്ലാ ബന്ധപ്പെട്ട പ്രഥമാധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളെല്ലാം കൃത്യതയോടെ സാക്ഷ്യപ്പെടുത്തലോടെ പരിപാലിക്കാൻ ശ്രദ്ധിക്കണം. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ്റെ ഭാഗമായി ഗുണഭോക്താക്കളായ കുട്ടികൾക്ക് പാൽ, മുട്ട അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്നിവ നൽകുന്ന പദ്ധതി സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ തന്നെ ആരംഭിക്കണം. ആഴ്ചയിൽ 2 ദിവസം തിളപ്പിച്ചാറ്റിയ പാലും ഒരു കുട്ടിക്ക് 150 ml വീതം, ഒരു ദിവസം പുഴുങ്ങിയ മുട്ടയും കുട്ടികൾക്ക് നൽകേണ്ടതാണ്. മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് മുട്ടയ്ക്ക് പകരം നേന്ത്രപ്പഴം നൽകിയിരിക്കണം. ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന കുട്ടികളിൽ താൽപ്പര്യമുള്ള കുട്ടികളെ മാത്രമാണ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പരിപാടിയിൽ ഗുണഭോക്താക്കളായി ചേർക്കേണ്ടത്. പ്രസ്തുത കുട്ടികളുടെ ക്ലാസ് തിരിച്ചുള്ള പേര് വിവരങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി കൃത്യമായ സാക്ഷ്യപ്പെടുത്തലോടെ ജൂൺ 15 മുമ്പായി ബന്ധപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സമർപ്പിക്കാൻ പ്രഥമാധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാൽ, മുട്ട, നേന്ത്രപ്പഴം നൽകുന്ന ദിവസം
അത് കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്ലാസ് തിരിച്ച് പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പരിപാടിയിൽ ചേരുകയും എന്നാൽ പാൽ മുട്ടയും കൃത്യമായി വാങ്ങിക്കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ പദ്ധതിയിൽ നിന്നും സമയാസമയങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ്. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പരിപാടിയിലെ ചെലവുകളുമായി ബന്ധപ്പെട്ട ബില്ലുകളും മറ്റ് രേഖകളും പ്രത്യേകമായി സ്കൂളിൽ സൂക്ഷിക്കണം. പാചകപ്പുര, ഭക്ഷ്യധാന്യവും മറ്റും ഭക്ഷ്യവസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോർ മുറി, ഡൈനിങ് ഹാള്, പാചകപ്പുരയുടെ പരിസരം എന്നിവ വൃത്തിയാക്കണം. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും കരുതലോടെ ശ്രദ്ധയോടുകൂടി വേണം ഭക്ഷണം പാകം ചെയ്ത് കുട്ടികൾക്ക് നൽകേണ്ടത്. 16-ാം നിർദ്ദേശത്തിൽ പറയുന്നു, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിഷ്കരിച്ച ലോഗോ സ്കൂളുകളുടെ പ്രവേശന കവാടങ്ങളിൽ വ്യക്തമായി പ്രദർശിപ്പിക്കുവാനും പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രജിസ്റ്ററുകളുടെയും പുറം കവറുകളിൽ ഈ ലോഗോ ഒട്ടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ MIS സോഫ്റ്റ്വെയറിൽ 2025-26 ആനുവൽ ഡേറ്റ എൻട്രി ജൂൺ മാസം 30-നുള്ളിലും ഓരോ മാസത്തെയും ഡേറ്റ എൻട്രി തൊട്ടടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പായും ഡേറ്റ പൂർത്തീകരിക്കാൻ എല്ലാ ഉപജില്ലകളും ശ്രദ്ധിക്കേണ്ടതാണ്. 18-ാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നു, സ്കൂൾ തുറക്കുന്നതോടെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ആരംഭിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള സർക്കുലർ 2025 ജൂൺ ആദ്യ വാരത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. താങ്ക് യു.